സന്ദീപ് വാര്യർ മാറുന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ പാലക്കാട്? ഒരു മാറ്റം ഉണ്ടായി. ഒരു മാറ്റം ഉണ്ടാകത്തില്ല. സന്ദീപ് വാര്യരുടെ മാറ്റം ആണോ? അത്ര അപ്രസക്തനാണോ സന്ദീപ് വാര്യർ? അതെ. ഓക്കെ, എന്താ സാധ്യത? സന്ദീപ് വാര്യർ മാറുന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? സന്ദീപ് വാര്യർ മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. എങ്ങനെ, ആർക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാവും? നമ്മുടെ BJPക്ക് ഉറപ്പായി. BJPക്ക് ഗുണം. സന്ദീപ് വാര്യരുടെ BJPക്ക് നഷ്ടമല്ലേ? എന്തിനു നഷ്ടം? ഒരു വോട്ടെങ്കിലും പോയില്ലേ? ഒരു പോയാ പോട്ടെ. സന്ദീപ് വാര്യർ അത്ര നിങ്ങൾ എഴുതി തള്ളുന്നത് എങ്ങനെയാണ്? അയാള് പോയാ പോട്ടെ. നമ്മളെ ചെറിയൊരു പ്രാണി പോയ പോലെ കണക്കാക്കും. ചെറിയ പ്രാണി, കൃമി, കീടം. ഉറപ്പായിട്ടും 100% BJP ജയിക്കും. ആണോ? ആ ഒരു ആവേശം ഉണ്ടാവും. പിന്നെ 100%. പക്ഷെ മൂത്താന്തറയിൽ ഒരു 10,000 വോട്ട് പോകുന്നാണല്ലോ പറയുന്നത്. അത് പറയുന്നവര് പറഞ്ഞോട്ടെ, നമുക്ക് ചെയ്യണവര് ചെയ്തുകൊണ്ടേയിരിക്കും. സന്ദീപ് വാര്യർ പോയാൽ അതൊരു പോരാട്ടമായിട്ട് കണക്കാക്കും. 100% സാധ്യതയുണ്ടെന്നാണ്. എന്താ ഇവിടുത്തെ ഒരു സാധ്യത? സന്ദീപ് വാര്യർ പോകുന്നത് കൊണ്ട് വല്ല മാറ്റം ഉണ്ടാവും? മാറ്റം കോൺഗ്രസിനുണ്ടാവും. മാറ്റം കോൺഗ്രസിന് അനുകൂലമാവും ദോഷവും? എന്തുകൊണ്ട്, എങ്ങനെ? അത് അവരുടെ ഭാഗത്ത് ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്നു, അനുകൂലമാവുന്നേ. അപ്പൊ സന്ദീപ് വാര്യരെ പോലുള്ള കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിന് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ? അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വെച്ചാൽ ഉൾക്കൊള്ളണം. നെഹ്റു കുടുംബത്തെ എഴുതി തള്ളി. ഇറ്റലിയിലെ മദാമ എന്ന് വിളിച്ചു. രാഹുൽ ഗാന്ധി സവർക്കറുടെ ജയിലിൽ പോയി മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ആ കക്ഷിയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ. അതൊന്നും ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നില്ല. ഒന്നും കണക്കാക്കണ്ട, ഭൂതകാലം കണക്കാക്കണ്ട, വർത്തമാനകാലം കണക്കാക്കിയാൽ മതി. അപ്പോൾ കോൺഗ്രസ് അനുകൂലമാണെന്ന്. അതെ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ? സന്ദീപ് വാര്യർ പോയി വല്ല മാറ്റം ഉണ്ടാവും? മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം 18,000 വർദ്ധിക്കും. ഈ സന്ദീപ് വാര്യർ വന്നപ്പോഴോ? വന്നപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സന്ദീപ് വന്നില്ലെങ്കിൽ തോറ്റു പോരുന്നല്ലോ. എന്താ 3000 വോട്ടിന് മുകളിൽ കൂടുതൽ കോൺഗ്രസിന് കിട്ടും. 3000 കൂടുതൽ കൊണ്ടുവരും ആണോ? ഒരു മിസ് കോൾ അടിച്ചാൽ BJPയിൽ അംഗത്വം എടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ ഇത്ര ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവിനെ BJPക്ക് ശരി നഷ്ടപ്പെടുത്തിയത് അവർ തന്നെയാണ്. അവരുള്ള തൊഴുത്തിൽ കുത്തും പുകച്ച് പുറത്ത് ചടിപ്പിച്ചതാണ്. സംഘടനയ്ക്കുള്ളിലുള്ള പ്രശ്നമാണ് സന്ദീപിനെ പുറത്തേക്ക്. തീർച്ചയായിട്ടും സന്ദീപ് നിക്കക്കള്ളിയില്ലാതെ പുറത്തേക്ക് 10-15 ദിവസം സമയം കൊടുത്തു ഇതിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് ആ ചെവിക്കോളാതെ കണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് അദ്ദേഹത്തെ പുകച്ച് പുറത്ത് അടിച്ചതാണ്. നിലവിൽ ഈ സന്ദീപ് വാര്യരെ ഉൾക്കൊള്ളാൻ ഈ കോൺഗ്രസിന് കഴിയൂ? തീർച്ചയായിട്ടും. CPM ചുവപ്പ് പരവതാനം വിളിച്ച് കാത്തിരിക്കുകയായിരുന്നു CPMൽ ചേർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇടതും ശരിയല്ല, BJP ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് കോൺഗ്രസിനും UDFിന് ഏറ്റവും ഗുണം ചെയ്യുമെന്നാൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസിന് ഗുണം ചെയ്യും തീർച്ചയായും. എങ്ങനെ ചോദിച്ചാൽ സരിൻ ചാടിപ്പോയപ്പോൾ അവർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ ആൾക്കാരാണ് വിജയിക്കുന്നുള്ള ഉറപ്പിൽ. ഇതിപ്പോൾ സ്ഥാനാർത്ഥിയൊന്നുമല്ലല്ലോ. തീർച്ചയായും അദ്ദേഹം വന്നാൽ അത് UDFിന് ഗുണം തന്നെ ചെയ്യുള്ളൂ. പക്ഷെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ അത് മുൻപിൽ താങ്കൾ തന്നെ ആയിക്കോട്ടെ. പണ്ട് മീഡിയ മണ്ണിൽ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ നിലപാട് എന്തായിരുന്നു? ഒറ്റ നിലപാട് അല്ല. ഞാനിവിടെ ചാനൽ മാറുന്ന പോലാണോ പാർട്ടി മാറുന്നത്? പാർട്ടി ചാനൽ എന്ന് പറയുന്നത് ശമ്പളം തരുന്ന സ്ഥാപനമാണ്. അതേപോലെയാണോ പാർട്ടി? ആ ശമ്പളം തരുന്ന മേധാവികൾ എന്തോ പറയുന്നു, അതാണ് താങ്കൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ആര് പറഞ്ഞു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ. പാർട്ടി ചാനൽ വേറെയാ മീഡിയ മണ്ണിൽ അല്ല പറയുന്നത്. അതെ, നോക്കൂ, സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതും ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് പോകുന്ന തമ്മിൽ എങ്ങനെ നിങ്ങൾ സാമ്യപ്പെടുത്തും? ആ സാമ്യപ്പെടുത്തലാണ് നിങ്ങളുടെ രാഹുലിനെ വിളിച്ചത് രാഹുൽ സവർക്കറിന്റെ ശവകുടീരത്തിൽ പോയി, അല്ല ജയിലിൽ പോയിട്ട് മാപ്പ് പറയണമെന്നാ. സാർ, ഞാൻ അതിനാ മറുപടി ഇടുന്നത്. താങ്കൾ ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കണം. അതിനുശേഷം കോൺഗ്രസിലേക്ക് വന്നാൽ അത് കോൺഗ്രസിന്റെ രീതിക്ക് നിൽക്കും. സന്ദീപ് കോൺഗ്രസിന്റെ ചട്ടക്കൂടി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആര് വന്നാലോ ഏത് പ്രസ്ഥാനത്തിൽ വന്നാലും ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ തന്നെ സാധിക്കുക. ഏറ്റവും വലിയ ഉദാഹരണം ഈ സരിന് പിണറായി വിജയനെ കുറിച്ച് 100 കണക്കിന് പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. സെക്സ് റാക്കറ്റിന് തലവനെന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട്. സംഘടനയ്ക്ക് വന്ന് പിറ്റേ ദിവസം സ്ഥാനാർത്ഥിത്വം കൊടുത്ത CPM-നേക്കാൾ ഗതികേട് UDFിന് ഉണ്ടായിട്ടില്ല.